ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ UPSC എക്സാമിൻ്റെ ഭാഗമായിട്ട് രസതന്ത്രത്തിൽ നിന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ് ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ UPSC എക്സാമിൽ 7 മാർക്കിനാണ് രസതന്ത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. നമ്മുടെ സിലബസിലും രസതന്ത്രത്തിൽ നിന്ന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സിലബസിലും രസതന്ത്രത്തിൽ നിന്ന് 7 മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കഴിഞ്ഞ എക്സാമിനും 7 മാർക്കിന് തന്നെയാണ് രസതന്ത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തും PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തും നമ്മൾ ഇന്നത്തെ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ് ആറ്റം. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? അതായത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഭൗതികപരമായ എന്ന് ചോദിച്ചാൽ തന്മാത്രയാണ്. രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റമാണ്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉണ്ടായത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആറ്റമോസ് എന്നത് ഒരു ലാറ്റിൻ പദമാണെന്നാണ് നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതൊരു ഗ്രീക്ക് പദമാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഗ്രീക്ക് പദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ SCERT ടെക്സ്റ്റിൽ ആറ്റമോസ് എന്ന് പറയുന്നത് ലാറ്റിൻ പദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PSC കൂടുതലും ആൻസർ കീ ഇടുമ്പോൾ നോക്കുന്നത് SCERT ടെക്സ്റ്റിനെയാണ്. അതുകൊണ്ട് നമുക്ക് ലാറ്റിൻ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി 1807 ജോൺ ഡാൾട്ടനാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ച് ഒരു സിദ്ധാന്തം പോലെ ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ജോൺ ഡാൾട്ടൺ. 1807 ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം, അതായത് ആറ്റം കണ്ടെത്തുകയും ആറ്റം സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്, ജോൺ ഡാൾട്ടനെ കുറിച്ച്. അതായത് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല? ജോൺ ഡാൾട്ടന് പ്രൈമറി കളേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ എന്താ പറയുക, കളേഴ്സ് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു അസുഖത്തിനെ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചു, പിന്നെ ബഹു അനുപാത നിയമം, അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഓർത്തിരിക്കുക, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവയൊക്കെ ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്തൊക്കെയാണ്? ബഹു അനുപാത നിയമം, അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവ ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ജോൺ ഡാൾട്ടൻ്റേതാണ്. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന ഗ്രന്ഥം ജോൺ ഡാൾട്ടൻ്റെയാണ്. സോ വർണ്ണാന്തത, അതായത് ഡാൾട്ടനിസത്തിന് ആ പേര് വരാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് ആ ഒരു അസുഖം, കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു അസുഖം ജോൺ ഡാൾട്ടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വർണ്ണാന്തത എന്ന് അതായത് ഡാൾട്ടനിസം എന്ന് ആ അസുഖത്തിന് പേര് വന്നു. അത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടൊരു അറ്റോമിക സിദ്ധാന്തം, ആറ്റം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനെ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തത് ആദ്യമായിട്ട് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പം അദ്ദേഹം പറഞ്ഞ കുറേ അസംഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്.
ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. എന്താണ്? രാസപ്രവർത്തന വേളയിൽ ഒരു ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവരായിരിക്കും. ഇനി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയുമാണ് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അതായത് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ, ആറ്റത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതെല്ലാമാണ്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, അതായത് ഒരുപാട് മുന്നേയൊക്കെ ആറ്റത്തിനെ കുറിച്ച് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതീയനായ കണാദ മുനി, അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റ് ആറ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ചത് കണാദ മുനിയാണ്. ഓക്കെ, വൈശേഷിക സൂത്രം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാരാണ്? കണാദ മുനിയാണ്. അദ്ദേഹം ആറ്റത്തിനെ അണു എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഓർത്തിരിക്കുക. പരമാണു സിദ്ധാന്തം ആരതാണ്? കണാദ മുനിയുടേതാണ്. അദ്ദേഹം ആറ്റത്തിനെ അണു എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനും കണാദ മുനിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ കണാദ മുനിയെ കൂടാതെ ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഡെമോക്രിറ്റസ് ആണ്. അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഓസ്റ്റ്വാൾഡ് ആണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവണ്ട. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അണു എന്ന് ആറ്റത്തിനെ വിശേഷിപ്പിച്ചത് കണാദ മുനിയാണ്. പരമാണു സിദ്ധാന്തം കണാദ മുനിയുടേതാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ് ആണ്. 1 വേർഡിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ, അത് ആര്? ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റമെന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തരായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആശയങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സയൻറ്റിസ്റ്റും അവരുടെ കണ്ടെത്തലുകളുമാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹംഫ്രി ഡേവി, അതായത് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ അദ്ദേഹം വേർതിരിച്ചെടുത്തു. അങ്ങനെയുള്ള മൂലകങ്ങൾക്ക് എക്സാമ്പിളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം. അങ്ങനെയുള്ള കുറേ ലോഹങ്ങൾ വൈദ്യുതി ഉപയോഗിച്ച് അദ്ദേഹം സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തു. പിന്നെ ഓർത്തിരിക്കുക, ക്ലോറിന് പേര് കൊടുത്തത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പദാർത്ഥങ്ങളിൽ, അതായത് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. അങ്ങനെ വേർതിരിച്ചെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ സംയുക്തങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ നമുക്കത് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. അതായത് പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ ലോഹങ്ങളൊക്കെ ഇങ്ങനെ സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തു. ഓക്കെ, അടുത്ത ആളാണ് മൈക്കൽ ഫാരഡേ.
നമ്മുടെ വൈദ്യുതിയുടെ പിതാവ്. അദ്ദേഹം ആവിഷ്കരിച്ചതാണ് വൈദ്യുത വിശ്ലേഷണ തത്വം. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചതാരാണ്? മൈക്കൽ ഫാരഡെ. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ വൺ വേർഡ് അങ്ങനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഓരോരുത്തരെയും പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് ഹെൻറിച്ച് ഗീസ്റ്റർ. ഹെൻറിച്ച് ഗീസ്റ്റർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെത് ഡിസ്ചാർജ് ട്യൂബ്, അതായത് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഗീസ്റ്ററാണ്. ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഗീസ്റ്ററാണ്. ഇദ്ദേഹത്തിന് എന്താണെന്ന് അറിയപ്പെടുന്നത് അറിയോ? ഗ്ലാസ് ബ്ലോവർ എന്നാണ് അറിയപ്പെടുന്നത്. ഹെൻറിച്ച് ഗീസ്റ്ററിനെ എന്താണ് അറിയപ്പെടുന്നത്? ഗ്ലാസ് ബ്ലോവർ. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളായിരുന്നു അദ്ദേഹം. ഗ്ലാസ്സുകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളാണ് നമ്മുടെ ഹെൻറിച്ച് ഗീസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഗ്ലാസ് ബ്ലോവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി വാക്വം ട്യൂബിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം നമ്മുടെ ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. നമ്മുടെ ഹെൻറിച്ച് ഗീസ്റ്റർ എന്ത് ചെയ്തു? വാതകങ്ങളിൽ കൂടിയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്തത് ജൂലിയസ് പ്ലക്കർ. ജൂലിയസ് പ്ലക്കർ എന്ത് ചെയ്തു? വാതകങ്ങളുടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ആ വാക്വം ട്യൂബിൻ്റെ വശങ്ങളിൽ ഒരു പ്രത്യേക തിളക്കം കാണുന്നതായിട്ട് മനസ്സിലാക്കി. ഇനി ഒരു കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ഒരു തിളക്കത്തിൻ്റെ സ്ഥാനം മാറുന്നതായിട്ടും കണ്ടു. അപ്പോൾ ആ ഒരു ട്യൂബിൽ വാതകങ്ങളുടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ഒരു പ്രത്യേക തിളക്കം കണ്ടു. ദെൻ ഒരു കാന്തത്തിൻ്റെ പ്രസൻസിൽ ആ ഒരു തിളക്കത്തിന് സ്ഥാനം മാറുന്നതായിട്ടും കണ്ടു. അപ്പോൾ ഇതെന്തിനുള്ള തെളിവായിട്ട് അദ്ദേഹം മനസ്സിലാക്കി? വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യത്തിനുള്ള തെളിവായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ വാതകങ്ങളിൽ എന്തുണ്ടെന്ന് പ്രൂവായി? വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് ജൂലിയസ് പ്ലക്കറിൻ്റെത്. ഇനി വില്യം ക്രോക്സ്. വില്യം ക്രോക്സ് എന്ത് ചെയ്തു? കാഥോഡ് റേ ട്യൂബ്, CRT, കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ നിന്ന് ആറ്റത്തിനുള്ളിൽ ആറ്റത്തേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക് കണികകൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. അതായത് ഇത്രയും നാൾ നമ്മുടെ ജോൺ ഡാൾട്ടൺ പറഞ്ഞിരുന്നത് ഏറ്റവും ചെറിയ കണം എന്താണെന്നാണ്? ആറ്റമാണെന്നാണ്. എന്നാൽ സ്റ്റഡീസ്, പിന്നീട് വന്ന സയൻറ്റിസ്റ്റ് സ്റ്റഡീസിലൂടെ മനസ്സിലാക്കിയത് എന്താണ്? ഇദ്ദേഹം വില്യം ക്രൂക്സ് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക് കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, ഇനി കാഥോഡ് റേ ട്യൂബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കാഥോഡ് റേ ട്യൂബ് ഉള്ളതാണ് നമ്മുടെ TV-യിലെ പിക്ചർ ട്യൂബൊക്കെ കാഥോഡ് റേ ട്യൂബാണ്. നമ്മുടെ എക്സ്റേ ട്യൂബ് അതൊക്കെ അതിലൊക്കെ കാഥോഡ് റേ ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അപ്പം വില്യം ക്രൂക്സിൻ്റെത് ഓക്കെ ആണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ആറ്റത്തിനേക്കാളും ചെറിയ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി വന്നതാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഓക്കെ, 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. അപ്പം ആദ്യമായിട്ട് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതും, അതായത് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷത പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തതാരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. ഇനി വില്യം റോൺജൻ, അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, PSC ഒരുപാട് ചോദിക്കാറുള്ളതാണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റോൺജനാണ്. വില്യം റോൺജനാണ് 1895 നവംബർ 8 എക്സ്റേ കണ്ടുപിടിക്കുന്നത്. കാഥോഡ് രശ്മിയുടെ പാതയിൽ നമ്മുടെ യൂഗൻ ഗോൾഡ്സ്റ്റീനിൻ്റെ പരീക്ഷണമാണ് ആ ഒരു ആനോഡ് പോസിറ്റീവ് ചാർജുള്ള ആനോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വില്യം റോൺസൺ എന്ത് ചെയ്തു? കാഥോഡ് രശ്മിയുടെ പാതയിൽ ഒരു അലൂമിനിയം തകിട് വെച്ചു. ഓക്കെ, ഒരു അലൂമിനിയം തകിട് വെച്ച് ആ വരുന്ന കാഥോഡ് രശ്മികളെ പ്രതിഫലിപ്പിച്ചു.
അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വികിരണം പുറത്തു വരുന്നതായിട്ട് ആര് മനസ്സിലാക്കി? വില്യം റോൺജൻ മനസ്സിലാക്കി. അദ്ദേഹം ആ ഒരു വികിരണത്തിന് എക്സ്റേ എന്ന് പേര് കൊടുത്തു. പേരറിയാത്തത് കൊണ്ട് എക്സ്റേ എന്ന് പേര് കൊടുത്തു. പിന്നീട് ആ പേര് അതിന് സ്ഥിരമായി. അതായത് എക്സ്റേ എന്ന് തന്നെ അതിന് പേര് വീണു. അപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? വില്യം റോൺജൻ ആണ്. കാഥോഡ് രശ്മിയുടെ പാതയിൽ ഒരു അലൂമിനിയം തകിട് വെച്ചിട്ട് ആ രശ്മികളെ പ്രതിഫലിപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക വികിരണം പുറത്തു വരുന്നതായിട്ട് കണ്ടു. അതിനെ അദ്ദേഹം എക്സ്റേ എന്ന് വിളിച്ചു. ഓക്കെ, ആറ്റത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ അസംഷൻ അനുസരിച്ച് ഏറ്റവും ചെറിയ കണിക എന്തായിരുന്നു? ആറ്റമായിരുന്നു. പക്ഷെ പിന്നീടുള്ള സയൻറ്റിസ്റ്റ് അല്ല, ആറ്റത്തിനേക്കാളും ചെറിയ കണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ജെ തോംസൺ 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഇവയാണ് ഇലക്ട്രോൺസ്. ഓക്കെ, 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അവയെ എന്തെന്ന് വിളിച്ചു? ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തേക്കാൾ ചെറിയ കണമുണ്ടെന്നും അവ ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും ആറ്റത്തെ വിഭജിക്കാമെന്നും കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ജോൺ ഡാൾട്ടൺ പറഞ്ഞതിനെ എന്ത് ചെയ്തു? എതിർക്കുന്ന അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ജോൺ ഡാൾട്ടൺ എന്താണ് പറഞ്ഞത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാലോ ജെ തോംസൺ എന്ത് പറഞ്ഞു? ആറ്റത്തേക്കാൾ ചെറിയ കണമുണ്ടെന്നും അവയെ ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും ആറ്റത്തെ വിഭജിക്കാമെന്നും കണ്ടെത്തി. ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിന് മാസും ഊർജവും ഉണ്ടെന്നും കണ്ടെത്തി. അപ്പം ഈ ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെട്ടത് എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ ആരുടേതാന്ന് ചോദിച്ചാൽ ജെ തോംസൻ്റെതാണ്. അതിന് വേറൊരു പേരുണ്ട്, റൈസിൻ പുഡിംഗ് മോഡൽ എന്നും വാട്ടർ മെലോൺ മോഡൽ എന്നും പറയും. ഓർത്തിരിക്കുക, പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റൈസിംഗ് പുഡിംഗ് മോഡൽ ഓർ വാട്ടർ മെലോൺ മോഡൽ, ഇതെല്ലാം ആരതാണ്? ജെ തോംസൻ്റെതാണ്. ഓക്കെ, അദ്ദേഹമാണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുന്നത്. ദെൻ അടുത്തത് ഏണസ്റ്റ് റുദർഫോർഡ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമുണ്ടെന്നും കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഉണ്ടെന്നും കണ്ടെത്തി. ഈ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്നറിയപ്പെട്ടു. 1920 പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് പറഞ്ഞു? പോസിറ്റീവ് ചാർജിൻ്റെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ദെൻ 1920 എന്ത് ചെയ്തു? അത് പ്രോട്ടോൺ ആണെന്ന് തിരിച്ചറിഞ്ഞു. പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് കണ്ടെത്തി. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യമാണ്, എന്നാൽ വിപരീതമാണെന്നും കണ്ടെത്തി. അതായത് പ്രോട്ടോൺ പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റീവാണ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്നും നിർവചിച്ചു. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യമാണ്, പക്ഷേ വിപരീതമാണ്. ഓക്കെ, ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്നും അദ്ദേഹം പ്രവചിച്ചു. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിനെയും ന്യൂക്ലിയസിനെ കണ്ടുപിടിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? ന്യൂക്ലിയസിൽ ചാർജ് ഒന്നും ഇല്ലാത്തൊരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്നും പ്രവചിച്ചു. ഇനി സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ ആവിഷ്കരിച്ചതാണ്? നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ആവിഷ്കരിച്ചതാണ് സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ. ഓക്കെ, അത് ഓർത്തിരിക്കുക. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ
വികസിപ്പിച്ചതാരാണ്, അല്ലെങ്കിൽ ആ സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ ആരുടേതാണ്? റുദർഫോർഡിൻ്റെതാണ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഇതുവഴിയാണ് അദ്ദേഹം എന്ത് കണ്ടെത്തിയത്? ആറ്റത്തിൻ്റെ ഘടന കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. അതായത് ഗോൾഡ് ഫോയിലാണ് ഈ വച്ചിരിക്കുന്നത്. ദെൻ ഇതിൽ കൂടെ ആൽഫ കണങ്ങളെ പാസ് ചെയ്യിച്ചു. അപ്പോൾ ഇപ്പം സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു ആറ്റം എന്ന് വിചാരിച്ചോ. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആൽഫ കണങ്ങൾ നമ്മൾ പാസ് ചെയ്യിക്കുകയാണ്. അപ്പം അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചാൽ കുറേ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡീവിയേഷനും കൂടാതെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ആ ആറ്റത്തിൻ്റെ മെജോറിറ്റി ഭാഗവും എന്താണ്? എം ജി ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ചില കണങ്ങൾ ഈ സെൻറ്ററിൽ വന്ന് തട്ടി അതുപോലെ ഡീവിയേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ആൽഫ കണം എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജാണ്. ആ പോസിറ്റീവ് ചാർജിനെ വികർഷിക്കണം എന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ എന്തുണ്ടാവണം? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവണം. ഓക്കെ, വന്ന പാതയിൽ തന്നെ അത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ദെൻ ചിലതൊക്കെ വന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. അതായത് നേർരേഖയിലല്ലാതെ ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം ആറ്റത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ പ്രവചിച്ചത്. അതായത് മെജോറിറ്റി ഭാഗവും എം ജി ആണ്. ദെൻ അതിൻ്റെ ആ ഒരു കേന്ദ്രത്തിൽ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടിയാണ്. ഓക്കെ, ദെൻ സൗരയൂഥ മാതൃക ആരാണ് ആവിഷ്കരിച്ചത്? ഏണസ്റ്റ് റുദർഫോർഡാണ് ആവിഷ്കരിച്ചത്. പക്ഷെ സൗരയൂഥ മാതൃകയിലുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സൗരയൂഥത്തിൽ സെൻറ്ററിൽ സൂര്യൻ, ചുറ്റും ഗ്രഹങ്ങൾ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം എന്തും പറഞ്ഞു? ആറ്റവും അതുപോലെ തന്നെയാണ്. സെൻറ്ററിലൊരു ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയം കഴിയും തോറും ആ ചാർജ് കുറഞ്ഞു വന്നിട്ട് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? ന്യൂക്ലിയസിൽ വന്ന് വീഴണം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ സമയം കഴിയും തോറും ആ ചാർജ് നഷ്ടപ്പെട്ട് അത് വന്ന് ആ സെൻറ്ററിലോട്ട് അട്രാക്റ്റഡ് ആയ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിലേക്ക് പതിക്കും എന്നുണ്ടെങ്കിൽ അവിടെ ആ ഇല്ലല്ലോ. അപ്പോൾ അതിനൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ തരാൻ ആർക്ക് സാധിച്ചില്ല? ഏണസ്റ്റ് റുദർഫോർഡിന് സാധിച്ചില്ല. പക്ഷേ എന്ത് പറഞ്ഞു അദ്ദേഹം? ആറ്റത്തിന് സൗരയൂഥത്തിൻ്റെ മാതൃകയാണ് എന്ന് ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ജെയിംസ് ചാഡ്വിക്. ഓക്കെ, 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായ ന്യൂട്രോൺ എന്ന കണം കണ്ടെത്തി. നമ്മുടെ റുദർഫോർഡ് ഒരു അസംഷൻ പോലെ പറഞ്ഞായിരുന്നു ചാർജ് ഇല്ലാത്തൊരു കണം ന്യൂക്ലിയസിൽ ഉണ്ട് എന്ന്. ഓക്കെ, നമ്മുടെ ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്തത്? ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായ ന്യൂട്രോൺ എന്ന കണം കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് 1932. ഇനി നമ്മൾ മൂന്നും, അതായത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒരു ടേബിളിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്, എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. കൂടാതെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായിട്ട് മില്ലിക്കൺ ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴിയാണ് മില്ലിക്കൺ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഓക്കെ, ഇനി ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും മൂന്നും തന്നിട്ടുണ്ട്. മൂന്നും തമ്മിലുള്ള വ്യത്യാസം, ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണിന് ചാർജില്ല. ഇലക്ട്രോൺ മാസ് തീരെ കുറവാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യം.
ന്യൂട്രോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. അപ്പോൾ ഇലക്ട്രോണിന് മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഇനി ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നു. ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ് ഇലക്ട്രോൺസ് ചെയ്യുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക. ഇനി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ നമ്മൾ പഠിച്ചു. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആണ്, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി. ഓക്കെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6726 × 10⁻⁻27 kg ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.109 × 10⁻31 kg ആണ്. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6749 × 10⁻27 kg ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജും കൂടെ ഓർത്തിരിക്കുക, 1.602 × 10⁻19 കൂളോം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്, മാസ് എത്രയാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പോസിട്രോൺ. അതായത് ഈ മൗലികമായ കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റു സൂക്ഷ്മ കണങ്ങളാണ് ഈ പറയുന്ന പോലെ പോസിട്രോൺ, ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ, അതൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ പോസിട്രോൺ എന്താണ്? ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. എന്താണ് പോസിട്രോൺ? ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. ഓർത്തിരിക്കുക, പോൾ ഡിറാക് ആണ് പോസിട്രോണിൻ്റെ സാന്നിധ്യം പ്രവചിച്ചത്. എന്നാൽ അത് കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. തിരിഞ്ഞു പോകരുത് കേട്ടോ, ഇത് മാത്രം പഠിക്കുക. കാൾ ആൻഡേഴ്സൺ മാത്രം ഓർത്തിരിക്കുക. കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടുപിടിച്ചത്. പക്ഷെ അതിൻ്റെ ആ ഒരു സാന്നിധ്യം മുൻകൂട്ടി പ്രവചിച്ചത് ആരാണ്? പോൾ ഡിറാക് ആണ്. ആൻറ്റി പ്രോട്ടോൺ എന്താണ്? ആൻറ്റി പ്രോട്ടോൺ എന്ന് പറയുന്നത് പ്രോട്ടോണിന് ഈക്വൽ മാസ് ഉള്ളത്, പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായിട്ടുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതും. ഓക്കെ, അതാണ് ആൻറ്റി പ്രോട്ടോൺ. ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതും പോസിട്രോണും. ഇലക്ട്രോണും പോസിട്രോണും പ്രോട്ടോണും ആൻറ്റി പ്രോട്ടോണും. പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും എന്നാൽ പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ. അത് കണ്ടെത്തിയതാരാണ്? ചേംബർലൈനും സെഗ്രേൻ എന്ന് പറയുന്ന സെഗ്രേ ഇൻ. ഓക്കെ, സെഗ്രേ ഇന്നും ചേംബർലൈനും. ദെൻ അടുത്തതാണ് ആൻറ്റി ന്യൂട്രോൺ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്കാണ്. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ. അത് കണ്ടുപിടിച്ചതാരാണ്? ബ്രൂസ് കോർക്കാണ്. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് കുറേ ഇങ്ങനെ അസംഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബോർ ഒരു ആറ്റം മോഡൽ ആവിഷ്കരിച്ചു. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് ഈ ബോർസ് ആറ്റം മോഡലാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ, കുറേ അസംഷൻസ് ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ശരിയോ ആണെന്ന് പിന്നീട് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ ബോർ എന്താണ് ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൗരയൂഥ മാതൃകയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ആ ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഇങ്ങനെ റിവോൾവ് ചെയ്ത് എന്തിൽ വന്ന് ആ ഒരു സെൻറ്റർ പാർട്ടിൽ വന്ന് വീഴും എന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനൊരു എന്താ പറയുക, കറക്റ്റ് ഡെഫിനിഷൻ ആർക്ക് പറയാൻ സാധിച്ചു? ബോറിന് പറയാൻ സാധിച്ചു. അദ്ദേഹം എന്ത് പറഞ്ഞു? അങ്ങനെ ചുറ്റി വന്ന് വീഴില്ല. കാരണം എന്താണ്? ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റിൽ, ഒരു നിശ്ചിത എനർജി ഒക്കുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലിലാണ്. അങ്ങനെ ഓർബിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്ന പുതിയൊരു വാക്ക്, പുതിയൊരു കോൺസെപ്റ്റ് നമ്മുടെ
ബോർ പറഞ്ഞു. ഓക്കെ, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് എന്ന് പറഞ്ഞു. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഓർക്കുക, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 എന്ന് പേര് കൊടുക്കുകയോ എന്ന നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ KLMNO അങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ളത് K, അത് കഴിഞ്ഞ് L, then M, then N. ഓക്കെ, അങ്ങനെ പേര് കൊടുക്കാം. അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് നമ്പർ കൊടുക്കാം. അപ്പം ഇത്രയാണ് ബോർ എന്ത് പറഞ്ഞത്, ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഒരു നിശ്ചിത ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടിയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത്. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന ഷെല്ലുകൾക്ക് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. അതിനെ എനർജി ലെവൽസ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ദെൻ ഷെല്ലുകൾക്ക് എങ്ങനെ പേര് കൊടുത്തു? KLMN അങ്ങനെ പേര് കൊടുത്തു. അതാണ് ഷെൽ. ഓക്കെ, ഇനി എന്താണ് സബ് ഷെല്ല്? അതായത് ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശത്തിനെയാണ് നമ്മൾ സബ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റ് വേറെ, ഓർബിറ്റൽ വേറെ. ഓർബിറ്റ് എന്താണ്? ഷെല്ല്. ഓർബിറ്റൽ എന്താണ്? സബ് ഷെല്ല്. ഓക്കെ, അപ്പം ഓർബിറ്റിനുള്ളിലാണ് എന്തുള്ളത്? ഓർബിറ്റൽ ഉള്ളത്. ഓർബിറ്റിനുള്ളിൽ ഇലക്ട്രോൺസിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശമാണ് സബ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി ഇപ്പം K എന്ന് പറയുന്നത് ഒരു ഓർബിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഓർബിറ്റൽ ഉണ്ടാവും. അങ്ങനത്തെ ഓർബിറ്റൽസിൻ്റെ പേരാണ് S, P, D, F അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഷെല്ല് നമ്മൾ പഠിച്ചു. ഓർബിറ്റ് എന്താണ്? പേര് നമ്മൾ എന്ത് കൊടുത്തു? KLMN അങ്ങനെ കൊടുത്തു. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് K ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ ഒരു ഇക്വേഷൻ പറഞ്ഞു തരട്ടെ. 2n². ഓക്കെ, 2n². അതായത് ഒരു ഓർബിറ്റ്, അതായത് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 2n². ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതാണ് 2n². എന്നാൽ ഒരു ഓർബിറ്റലിൽ അതായത് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. തിരിഞ്ഞു പോകരുത് കേട്ടോ. മനസ്സിലായല്ലോ? സബ് ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ. ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n². ഓക്കെ, ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ആ ഷെല്ലിൻ്റെ നമ്പേഴ്സ്, വാല്യൂസ് K ആണെങ്കിൽ 1, L ആണെങ്കിൽ 2, M ആണെങ്കിൽ 3, N ആണെങ്കിൽ 4. ഓക്കെ, അപ്പോൾ 2n². എന്നിന് 1 കൊടുത്താലോ? 2 × 1², അതായത് 2. അതാണ് Kയുടെ വാല്യൂ. എത്ര? Kയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. ഇനി എന്നിന് നമ്മൾ 2 കൊടുക്കുന്നത്, അതായത് Lൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എമ്മിൻ്റെ വാല്യൂ 3 ആണ്. എന്നിൻ്റെ വാല്യൂ 4 ആണ്. എന്നിന് 2 കൊടുത്തു, അതായത് 2 × 2². 2² 4. 2 × 4. 4 × 2 8. അതാണ് 8. ഓക്കെ, ഇനി n = 3.
അപ്പോൾ 2 × 3² 2 × 9 18 അതാണ് ഈ 18. ഓക്കെ, അപ്പോൾ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n² ആണ്. എന്നിൽ 32 ഇലക്ട്രോൺസ്. ഇനി സബ് ഷെല്ലിൻ്റെ കേസ് പറയുമ്പോൾ ഇതിപ്പം ഞാൻ കെയിൽ എസ്, എല്ലിൽ പി അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. അതായത് കെ എന്ന് പറയുന്ന ഷെല്ലിൽ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണ് ഉള്ളത്. ഓക്കെ, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ എസ്സും ഉണ്ട് പിയും ഉണ്ട്. എമ്മിൽ എസ്സും പിയും ഡിയും ഉണ്ട്. എന്നിൽ എസ്, പി, ഡി, എഫ് അങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ നമ്പേഴ്സ് ഇലക്ട്രോണിൻ്റെ നമ്പർ പറയാൻ വേണ്ടിയിട്ടാണ് ഈ എസ്, പി, ഡി, എഫ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇതിൽ ഉൾക്കൊള്ളുന്നത് നല്ല അർത്ഥം കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. അപ്പോൾ രണ്ടിന് രണ്ട് ഇതായിട്ട് കണ്ടാൽ മതി. ഷെല്ല് ഏതൊക്കെ? കെ, എൽ, എം, എൻ. സബ് ഷെൽ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് അങ്ങനെ കാണണം കേട്ടോ. ഷെല്ല് ഏതൊക്കെയാണ്? കെ, എൽ, എം, എൻ. സബ് ഷെൽ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 18 ഇലക്ട്രോൺ, എന്നിൽ 32 ഇലക്ട്രോൺ. ഇനി എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉൾക്കൊള്ളാം. ഡിയിൽ 10, എഫിൽ 14 സബ് ഷെല്ലിൽ കേട്ടോ. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ എസ്സിൽ നമുക്ക് ഇങ്ങനെ 2 ഇലക്ട്രോണാണ് ഉള്ളത്. ഓക്കെ, പി എന്ന് പറയുന്നതിൽ 3 ഓർബിറ്റിൽ വരും. അതിൽ 3ലും കൂടി 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺ വരും. ഡിയിൽ അതുപോലെ 5 എണ്ണം വരും, 4. ഓക്കെ, ഓരോന്നിലും 2 ഇലക്ട്രോൺ വീതം. അങ്ങനെ ടോട്ടൽ 10 ഇലക്ട്രോൺ, 2, 4. ഓക്കെ, എഫിൽ 14 ഇതുപോലെ ഇങ്ങനെ 14 എണ്ണം വരും. 7 എണ്ണം വരും. 7ൽ 1, 2, 3, 4, 5. ഇനി ഓരോന്നിലും 2 ഇലക്ട്രോൺ വെച്ച് വരും. ഓക്കെ, അങ്ങനെ ടോട്ടൽ എഫിൽ എത്ര എണ്ണം വരും? 14 എണ്ണം വരും. അപ്പോൾ ഓർത്തിരിക്കുക, എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ഓക്കെ, ഇനി ഷെല്ലും സബ് ഷെല്ലും, നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. കെ എന്ന് പറയുന്ന ഷെല്ലിൽ എസ് എന്ന് പറയുന്ന സബ് ഷെൽ ഉൾപ്പെടും. അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്ന് വരും. അതായത് 2 ഇലക്ട്രോൺ ഉള്ളെങ്കിൽ 2. ഇതിപ്പോൾ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് 2. ഇപ്പോൾ 1 ഇലക്ട്രോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 1s1 എന്ന് വരും. 2 ഉണ്ടെങ്കിൽ 1s2 എന്ന് വരും. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു 1s1 എന്ന് വരാം, 1s2 എന്ന് വരാം എന്നൊക്കെ പറഞ്ഞില്ലേ. ആ 1s എന്നെഴുതുന്നത് 1s2 ആണെന്ന് വിചാരിച്ചോ. ഇതിൽ ഈ 1 എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. ഈ 2 എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇത് സബ് ഷെല്ലാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി എൽ എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ് ഷെൽ ഏതൊക്കെയാണ്? എസ്സും പിയും. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാണ്. എല്ലിൻ്റെ വാല്യൂ 2 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2s 2p അങ്ങനെ വരും. ഇനി എമ്മിൻ്റെ വാല്യൂ 3 ആണ്. എമ്മിൽ ഉൾക്കൊള്ളുന്ന സബ് ഷെല്ലുകൾ എസ്സും പിയും ഡിയുമാണ്. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എമ്മിൻ്റെ കേസ്, എം ഷെല്ലിൻ്റെതാണെങ്കിൽ 3s 3p 3d എന്ന് വരും. എന്നിൽ എസ്സും പിയും ഡിയും എഫും ഉൾക്കൊള്ളുന്നുണ്ട്. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ഇനി എസ്സിലുള്ള നമ്മുടെ എന്നിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 4 വരും. 4s
4p 4d 4f എന്ന് വരും. ഓക്കെ, അപ്പം 1s മാക്സിമം 2 ഇലക്ട്രോൺ, ദാറ്റ് ഈസ് 1s2 എന്ന് വരും. എല്ലിലാണെങ്കിലോ 2s2 2p6 എന്ന് വരും. മാക്സിമത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എമ്മിലാണെങ്കിലോ 3s2 3p6 3d10 എന്ന് വരും. എന്നിലോ 4s2 4p6 4d10 4f 14. മാക്സിമത്തിൻ്റെ കാര്യം, മാക്സിമം അത്രയും ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ആ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. 1s2 2s2 അങ്ങനെ ആ ഒരു ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ, അതായത് കാർബൺ 6 C6 6 ഇലക്ട്രോൺ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 1s2 2s2 2p2 എന്ന് അറേഞ്ച് ചെയ്യാം. 2 4 6 6 ഇലക്ട്രോൺ. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു കാര്യം ഓർക്കുക, എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അതുപോലെ ഓർബിറ്റലുകളുടെ എണ്ണം എസ്സിൽ 1 ഉള്ളൂ, പിയിൽ 3 ഉണ്ട്, ഡിയിൽ 5 ഉണ്ട്, എഫിൽ 7 ഉണ്ട്. എസിൻ്റെ ആകൃതി ഗോളാകൃതിയാണ്, പിയുടേത് ഡംബലാണ്, ഡി ഡബിൾ ഡംബൽ എന്ന് പറയാം, പക്ഷേ സങ്കീർണമായ ആകൃതിയാണ്. ഡിക്കും എഫിനും അങ്ങനെ പ്രത്യേകിച്ച് പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എസ്സിലുള്ള ഓർബിറ്റൽ എത്രയാണ്? ഓർബിറ്റൽ 1 അതിൽ 2 ഇലക്ട്രോൺ. പിയുടെ കാര്യമാണെങ്കിലോ 3 അതിൽ 1 2 3 4 5 6 ഇലക്ട്രോൺ. ഇതിൽ 2 ഇലക്ട്രോൺ. ഡി ആണെങ്കിലോ 5 1 2 3 4 5 അങ്ങനെ ടോട്ടല് 10 ഇലക്ട്രോൺ. എഫിൻ്റെ കേസ് ആണെങ്കിലോ 7 1 2 3 4 5 6 ഓരോന്നിലും 2 ഇലക്ട്രോൺ വീതം. ടോട്ടല് 14 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എസ് സബ്ഷെല്ലിലെ ഓരോ ഓർബിറ്റല് അതിൽ 2 ഇലക്ട്രോൺ, പിയിൽ 3 ഓർബിറ്റല് അതിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 5 ഓർബിറ്റല് അതിൽ 10 ഇലക്ട്രോൺ, എഫിൽ 7 ഓർബിറ്റല് അതിൽ 14 ഇലക്ട്രോൺ. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ഇതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയൊക്കെ കേസ് പറയുമ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നത്, അതായത് ഒക്റ്ററ്റ് എന്നറിയപ്പെടുന്നു. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുള്ള മൂലകങ്ങൾ രാസപരമായിട്ട് സ്ഥിരതയുള്ളവരായിരിക്കും. അതായത് അതിന് പിന്നീട് റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിളാണ്, അതിന് പിന്നീട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണമുള്ള മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? 8 ഇലക്ട്രോൺ ക്രമീകരണത്തിനെയാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള മൂലകങ്ങൾ രാസപരമായിട്ട് സ്ഥിരതയുള്ളവരായിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. എ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ക്യാപിറ്റൽ എ. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ദെൻ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ത്? അറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഇസഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമെന്ന്. അറ്റോമിക് നമ്പറിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണം എന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി
ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. കാരണം ഒരാറ്റം ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിലെ ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്, ഒന്നുകിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നേടാം. അപ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം പറയുന്നതിനേക്കാളും കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ഇസഡ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു റെപ്രസെൻറ്റേഷൻ നടത്തി ഒരു എലമെൻ്റ് എഴുതിയിട്ട് ഇതാണ്, ഇങ്ങനെയാണ് എഴുതുക. ഒരു എലമെൻ്റ് എഴുതിയാൽ ഇവിടെ മാസ് നമ്പറും താഴെ അറ്റോമിക് നമ്പറും. ഓക്കെ, അപ്പോൾ കണ്ടാൽ ഓർക്കുക, എലമെൻറ്റിൻ്റെ മുകളിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക് നമ്പറുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ നമ്പറിനെ എങ്ങനെ കാണാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കാണും എന്ന് വെച്ചാൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. അടുത്തത്, ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ്, ഐസോട്ടോപ്സ് എന്താണ്, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. അറ്റോമിക നമ്പർ എവിടെ എഴുതും നമ്മൾ പഠിച്ചു, ലെഫ്റ്റ് സൈഡിൽ താഴെ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ്, ഫെഡറിക് സോഡിയാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ്, ഫെഡറിക് സോഡിയാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്, ചോദിച്ചിട്ടുണ്ട് PSC. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്. ടിന്നിൻ്റെ ഐസോടോപ്പുകളുടെ എണ്ണം 10 ഓക്കെ, ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്. ടിന്നിൻ്റെ ഐസോടോപ്പുകളുടെ എണ്ണം 10. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. അതായത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതെല്ലാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം 1 അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. ഡ്യൂട്ടീരിയം 1 2, ട്രിഷ്യം 1 3. ഓക്കെ, ഇതെല്ലാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ് ഐസോടോപ്പ്. ഇനി കുറച്ച് ഐസോടോപ്സിൻ്റെതാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രോട്ടിയം എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടിയമാണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയമാണ്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രിഷ്യമാണ്. ഓക്കെ, ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടിയം, ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് ട്രിഷ്യം. ഇനി കുറച്ച് വേറെ കാർബണിൻ്റെ ഐസോടോപ്പുകൾ 3 ഉണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതിൽ കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പും കാർബൺ 14 ആണ്. ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും ഫോസിലുകളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുക. ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്, കാർബൺ 14 ആണ്. ഓക്കെ, ദെൻ പ്രകൃതിയിലെ കാർബണിൻ്റെ 99% കാർബൺ 12 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഇനി കാർബൺ 14 എന്തിനു യൂസ് ചെയ്യും, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കും. ഇനി അയോഡിൻ 131, കൊബാൾട്ട് 16. ഇത് രണ്ടും എന്തിന്, വൈദ്യശാസ്ത്ര രംഗത്ത്, അതായത് ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ നിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കും. അടുത്തത് യുറേനിയം 235. അതൊന്ന് ഓർത്തിരിക്കട്ടോ, നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. ഇവിടെ ഞാനത് എഴുതാൻ മിസ്സായിട്ടുണ്ട്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കും, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുറേനിയം 235 എവിടെ, ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗോൾഡ് 198.
ലുക്കീമിയയുടെ ചികിത്സയ്ക്ക് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഗോൾഡിൻ്റെ ഐസോട്ടോപ്പായ ഗോൾഡ് 198 ആണ് ഉപയോഗിക്കുക. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കാറുണ്ട്. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കാറുണ്ട്. അയൺ 59 അനീമിയയുടെ ചികിത്സയ്ക്ക് അയൺ 59 ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അയണിൻ്റെ അയൺ 59 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് അനീമിയ ചികിത്സയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ മെർക്കുറി 197 കിഡ്നി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് മെർക്കുറി 197 മെർക്കുറിയുടെ 197 ഐസോട്ടോപ്പാണ് കിഡ്നി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അടുത്തത് ടെക്നീഷ്യം 99 ഗാമ റേ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ഐസോബാർസ്. ഐസോടോപ്പ് കഴിഞ്ഞു. ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ ഐസോബാർ എന്ന് പറയുന്നു. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ, അവയാണ് എന്ത് പറയുക? ഐസോബാർ എന്ന് പറയുക. എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്ത മൂലകങ്ങളാണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഐസോബാറിൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും, ഐസോടോപ്പിൽ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഇനി ഐസോടോൺസ്, അതായത് ഒരേ എണ്ണം ന്യൂട്രോൺ അടങ്ങിയ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോടോൺസ് എന്ന് പറയുന്നത്. ഒരേ എണ്ണം ന്യൂട്രോൺ അടങ്ങിയ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് എന്തെന്ന് പറയുക? ഐസോടോൺസ് എന്ന് പറയുക. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൂടി രണ്ട് ആറ്റത്തിലെയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൂടി മൈനസ് ചെയ്യുക. അതാണല്ലോ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ നമ്പർ തന്നെ കിട്ടും. അങ്ങനെയുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഐസോടോൺസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഐസോടോപ്പായി, ഐസോബാറായി, ഐസോടോൺസായി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും പഠിക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.